السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവിടുന്ന് സഹിച്ച പീഡനങ്ങളും ദുരാരോപണങ്ങളും എത്രത്തോളം അവിടുന്ന് അനുഭവിച്ചു എന്ന് ഇതിനകം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ ആരോപണങ്ങൾക്കും പീഡനങ്ങൾക്കുമെല്ലാം നടുവിൽ പതറാതെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോയി. എല്ലാറ്റിലും ആശ്വാസം പകരുന്ന നിലക്കുള്ള സ്ഥാന ബഹുമാനങ്ങളായിരുന്നു അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ദേഹത്തിന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതു പ്രതിസന്ധിയിലും മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തളർന്നില്ല. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ചില്ല. വളരെ ദൃഢമായ തീരുമാനത്തോടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രത്യേകമായ തൗഫീഖ് മുഖേന മുന്നോട്ട് പോയി. അവിടുത്തെ പേരുകൾ തന്നെയും അവിടുത്തേക്കുള്ള സ്ഥാനങ്ങളാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവിധ പേരുകൾ സഹീഹായ നബി വചനങ്ങളിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ഇന്നലി അസ്മാഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നലി അസ്മാഅൻ അന മുഹമ്മദുൻ وأنا أحمد وأنا الماحي الذي يمحو الله بي الكفر وأنا الحاشر الذي يحشر الناس على قدمي وأنا العاقب الذي ليس بعده نبي. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നലി അസ്മാഅ, എനിക്ക് ചില പേരുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേറെയും പേരുകളുണ്ട്. അന മുഹമ്മദുൻ, ഏറ്റവും പ്രശസ്തമായ, അതാദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാകുന്നു. വ അന അഹ്മദു, ഞാൻ അഹ്മദാണ്. ഇത് രണ്ടും പരിശുദ്ധ ഖുർആൻ തന്നെയും
രേഖപ്പെടുത്തിയിട്ടുള്ള, നമ്മെ അറിയിച്ചിട്ടുള്ള നാമമാണ്. വഅനൽ മാഹി, ഞാൻ മാഹിയാണ്. എന്താണ് മാഹി എന്ന് പറഞ്ഞാൽ അർത്ഥം? മായ്ച്ചു കളയുന്നവൻ എന്നാണ്. മായ്ച്ചു കളയുന്നവൻ. എന്നിട്ട് അവിടുന്ന് തന്നെ വിശദീകരണം നൽകി, അല്ലദീ, അതായത് യംഹുല്ലാഹ്, അല്ലാഹു മായ്ച്ചു കളയുന്നു, ബി, എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ മുഖേന, അൽ കുഫ്ര, അവിശ്വാസത്തെ, കുഫറിനെയും നിഷേധത്തെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഒക്കെ തുടച്ചു നീക്കുന്ന മാഹിയാണ് ഞാൻ. വഅനൽ ഹാശിർ, നാലാമതായി വചനത്തിൽ വന്ന പേരതാണ്. ഹാശിറാണ് ഞാൻ. അല്ലദീ യുഹ്ശറു നാസു അലാ ഖദമി, അതായത് ജനങ്ങളെല്ലാം എന്റെ കാൽ കീഴിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക മഹ്ശറിൽ. അഥവാ വിശദീകരണങ്ങളിൽ കാണാം യുഹ്ശറു ഖബ്ലൻ നാസ്, സർവ സൃഷ്ടികളും നാളെ മഹ്ശറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും ആദ്യമായി മഹ്ശറിൽ എത്തുക എന്നവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഖബറുകൾ പൊട്ടിപ്പിളർന്നുകൊണ്ട് ജനങ്ങളെല്ലാം വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിലേക്കുള്ള പുറപ്പാടിൽ ആദ്യം ഈ ഭൂമിയിലെ ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് ആദ്യമായി ഒരു ഖബറിൽ നിന്ന് പുറത്തേക്ക് എഴുന്നേൽക്കുന്ന വ്യക്തിത്വം ഞാനായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് വന്നതിന്റെ ശേഷമാണ് ശേഷമുള്ള എല്ലാവരും മഹ്ശറിൽ എത്തുന്നത്. അതാണ് അനൽ ഹാശിറുൽ ലദീ യുഹ്ശറു നാസു അലാ ഖദമി എന്ന് പറയുന്നത്. ഹാശിർ എന്ന നാമം അതാണ്. അഞ്ചാമതായി അവിടുന്ന് പറഞ്ഞൊരു നാമം വഅനൽ ആഖിബ്, ഞാൻ ആഖിബാണ്. എന്താണ് ആഖിബ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ അർത്ഥം അല്ലദീ ലൈസ ബഅദഹു നബിയ്യുൻ, ഇനി ആ പ്രവാചകന്റെ ശേഷം ഒരു നബി വരാനില്ല, അന്തിമ പ്രവാചകനാണ്, ഇനി ഒരു പ്രവാചകൻ വരാനില്ലാത്ത നിലക്ക് അവസാനം കുറിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആഖിബാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വേറെയും ചില പേരുകൾ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. നബിയു റഹ്മ, റഹ്മത്തിന്റെ പ്രവാചകൻ. നബിയു തൗബ, തൗബയുടെ പ്രവാചകൻ. അൽ മുഖഫ എന്നൊക്കെയുള്ള വ്യത്യസ്ത പേരുകൾ നമുക്ക് വേറെയും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പലരും അള്ളാഹുവിന് ഒപ്പിച്ചുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനും 99 നാമങ്ങളുണ്ട് എന്ന് പറയുകയും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടില്ലാത്ത, പ്രമാണങ്ങളിൽ വന്നിട്ടില്ലാത്ത കുറെ പേരുകൾ അവിടുത്തെ പേരിൽ ഉണ്ടാക്കുകയും അങ്ങനെ 99 നാമങ്ങൾ പ്രവാചകനുണ്ട് എന്ന് എണ്ണിയവരുണ്ട്. എണ്ണിയെന്ന് മാത്രമല്ല, ചില നാടുകളിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്യപ്പെടുന്ന മുസ്ഹഫിന്റെ കോപ്പികളിൽ നമുക്ക് കാണാം പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ ഭാഗത്ത് മറിച്ചു നോക്കിയാൽ അസ്മാഉൽ ഹുസ്ന 99 എണ്ണം. അതേ മുസ്ഹഫിന്റെ അവസാന പേജിലെത്തിയാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാമങ്ങളും അത്ര തന്നെ 99. എന്നിട്ട് ആളുകൾ ഭക്തിപൂർവ്വം അള്ളാഹ്ക്ക് 99, നബിതങ്ങൾക്ക് 99. ഖുർആനിന്റെ തുടക്കത്തിൽ അള്ളാന്റെ 99 പേരുകൾ, അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 99 പേരുകൾ. പ്രിയ സഹോദരന്മാരെ, അങ്ങനെ പ്രമാണങ്ങളിൽ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, അവിടം കൊണ്ടും അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വ്യത്യസ്തങ്ങളായ പേരുകൾ ധാരാളക്കണക്കിന് ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുള്ള ആളുകളുണ്ട്. 200 പേരുകൾ എഴുതിയവരുണ്ട്, 300 പേരുകൾ എഴുതിയവരുണ്ട്, 1000 പേരൊപ്പിച്ച് കിതാബ് വരെ രചിച്ച ആളുകളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് നാമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പഠനവും ഗവേഷണവും നടത്തിയിട്ടുള്ള മഹാന്മാരായ ആധുനികരായ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ അല്ലാമ ബക്കർ അബൂ സൈദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അല്ലദീ ലഹു അസ്ലുൻ ഫിൻ നുസൂസ്, നസ്സുകളിൽ അഥവാ പരിശുദ്ധ ഖുർആനിന്റെയോ സ്വഹീഹായ ഹദീസിന്റെയോ ഖണ്ഡിതമായ പ്രസ്താവനകളിൽ, പ്രഖ്യാപനങ്ങളിൽ അടിസ്ഥാനമുള്ള നാമങ്ങൾ വളരെ കുറഞ്ഞേയുള്ളൂ, വളരെ കുറഞ്ഞേയുള്ളൂ. വഹുവൽ ഖലീൽ, അത് വളരെ കുറഞ്ഞേയുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശേഷണങ്ങൾക്ക് ഒപ്പിച്ചുകൊണ്ട് പേരുണ്ടാക്കുകയാണെങ്കിലോ വഹു അക്സർ, അത് ഒരുപാട് വേണമെങ്കിൽ ഉണ്ടാക്കാം. എന്നാൽ വമാ സിവാ ദാലിക ഫലാ അസ്ല ലഹു, അവിടുത്തെ വസ്ലിനോ അവിടുത്തെ വിശേഷണത്തോട് ചേരാത്ത നിലക്കുള്ള പേരുകൾ ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അടിസ്ഥാനമില്ല. ഫലാ യുത്ലഖു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ പ്രയോഗിക്കപ്പെട്ടുകൂടാ അത്തരത്തിലുള്ള നാമങ്ങൾ. ഹിമായതൻ മിനൽ ഇഫ്റാത്തി വൽ ഗുലുവി,
അത് മനുഷ്യനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നാം എന്താണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ വിശ്വസിക്കുന്നതിനേക്കാൾ അതിരുകവിഞ്ഞ വിശ്വാസത്തിലേക്ക് അത് എത്തിക്കുന്ന നാമങ്ങളാണ്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പേരുകളും നാമങ്ങളുമൊക്കെ ഈ രൂപത്തിൽ അർത്ഥങ്ങളിൽ തകരാറുള്ള അവിടുത്തെ കുറിച്ച് മുസ്ലിമീങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടതെങ്കിൽ ആ വിശ്വസിക്കുന്നതിന് വിഘാതം വരുത്തുന്ന, ശരിയായ വിശ്വാസങ്ങൾക്ക് വിഘാതം വരുത്തുന്ന നാമങ്ങൾ വല്ലതും അവിടുത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് മഹാനവറുകൾ പറയാണ് വഹിയ കസീറത്തുൻ ജിദ്ദാ, ധാരാളക്കണക്കിന് ഇത്തരത്തിലുള്ള അനാവശ്യമായ, ഇടാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത നാമങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വമളിന്നതുഹാ കുതുബുത് തുർഖിയ്യ വൽ ഔറാദ് വൽ അദ്കാരിൽ ബിദഇയ്യ, ബിദഅത്തായ ദിക്റുകളും ബിദഅത്തായ ഔറാദുകളും തരീഖത്തുകാരുടെ കിതാബുകളിലുമൊക്കെയാണ് അവ ഏറെയും സ്ഥലം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ അഭിസംബോധന ചെയ്യുന്നത് പോലും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ വെച്ചുകൊണ്ട് പലയിടത്തും അഭിസംബോധന ചെയ്യുന്നു. നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളമായി ആളുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായ എണ്ണങ്ങളാൽ ക്രോഡീകൃതമായിട്ടുള്ള മൗലിദ് കിതാബുകൾ, ആ മൗലിദ് കിതാബുകളുടെയൊക്കെ തുടക്കത്തിൽ 333 വക, 3333 വക, 122 വക എന്നൊക്കെ പറഞ്ഞ് പല വക കിതാബുകൾ രചിക്കപ്പെട്ട കൂട്ടത്തിൽ സലാം ബൈത്ത് എന്ന പേരുള്ള ഒരു ബൈത്ത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുന്ന ബൈത്താണത്. അങ്ങനെ അസ്സലാമു അലൈക അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. തങ്ങൾക്ക് സലാം പറയണം, വിളിച്ചു പറയണം. എന്നിട്ട് എന്താ വിളിച്ചത്? യാ മാഹിദ്ദുനൂബ്, പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്ന നബിയേ, പാപങ്ങളൊക്കെ മായ്ച്ചു കളയുന്ന നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച മാഹിദ്ദുനൂബ്, മാഹി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പേരുണ്ട്. അതെ, പക്ഷേ അത് പാപങ്ങൾ മായ്ച്ചു കളയുന്ന പ്രവാചകൻ എന്ന അർത്ഥത്തിലല്ല. അതുപോലെ തന്നെ യാ ജാലിൽ ഖുറൂബ്, ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കുന്ന പ്രവാചകരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ അർത്ഥങ്ങളിൽ തകരാറുള്ള, ഗുലൂവുള്ള, ഇഫ്റാത്തുള്ള, അഥവാ ഒരു മുസ്ലിമിന്റെ ശരിയായ വിശ്വാസത്തിന് നിരക്കാത്ത വിശേഷണങ്ങളും നാമങ്ങളും ഒക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ചാർത്തിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ അവിടുത്തെ വിശേഷണങ്ങളായി പഠിപ്പിച്ചു തന്നിട്ടുള്ളതിൽ അപ്പുറമുള്ള വിശേഷണങ്ങൾ നൽകുന്നത് ശരിയാവില്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇനി സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. അവിടുത്തെ ശാരീരികമായി തന്നെ അവിടുന്ന് ഏറ്റവും വലിയ ഭംഗിയാർന്ന പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹാബത്ത് പറയുന്നുണ്ട്, അവിടുത്തെ കൺകുളിർക്ക കാണാൻ ഭാഗ്യം സിദ്ധിച്ച സഹാബിമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സനൻ നാസി വജ്ഹാ, അവിടുത്തെ മുഖം വളരെയേറെ ഭംഗിയുള്ളതായിരുന്നു. ഏറ്റവും ഭംഗിയാർന്ന മുഖത്തിന്റെ ഉടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഹ്സനഹു ഖൽഖാ, അവിടുത്തെ ശരീരത്തിന്റെ പ്രകൃതം മുഴുവനും ഏറ്റവും ഭംഗിയുള്ള വളരെ വടിവത്ത ശരീരമായിരുന്നു. ലൈസ ബിത്തവീലിൽ ബാഇൻ, വളരെയേറെ നീളം കൂടിയ ഒരു വ്യക്തിയായിരുന്നില്ല. വലാ ബിൽ ഖസീർ, എന്നാൽ എന്തേ ഉയരമില്ലാത്ത ഒരാളുമല്ല, കുറിയ ആളല്ല, അല്ലാത്ത നീട്ടമുള്ള ആളല്ല, ഒരൊറ്റ ശരീരം. ആരും കണ്ടാൽ വടിവത്ത, പൗരുഷം തുളുമ്പുന്ന, എല്ലാ അർത്ഥത്തിലും ഭംഗിയുടെ മുഴുവൻ പര്യായങ്ങളും സമ്മേളിച്ചിരിക്കുന്നു ആ തിരുശരീരത്തിൽ എന്നാണ് മഹാന്മാരായ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഇത് വന്നിട്ടുള്ളത് ഇമാം ബുഖാരിയുടെ സഹീഹിലാണ്. അതുപോലെ തന്നെ ബുഖാരിയിൽ തന്നെ കാണാം വജ്ഹുഹു മിസ്ലൽ ഖമർ, അവിടുത്തെ മുഖം ഖമർ പോലെയായിരുന്നു. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനതിന്റെ ശോഭ പോലെ തിളങ്ങുന്ന നല്ല കാണാൻ ചന്തമുള്ള മുഖം. അതുപോലെ അവിടുത്തെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്ത സഹീഹുൽ ബുഖാരിയിൽ കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരുടെ സമീപത്തെത്തിയപ്പോ അതെ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകൾ പിടിച്ച് ആ കൈകൾ കൊണ്ട് അവരുടെ മുഖങ്ങൾ തടവാൻ തുടങ്ങി. അവിടുത്തെ കൈകൾ പിടിച്ച് ആ കൈകൾ അവരുടെ മുഖങ്ങളിൽ തടവാൻ തുടങ്ങി. അങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുകയാണ്, ഞാനും തിരു സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ പിടിച്ചു. ഫവളഅതുഹാ അലാ വജ്ഹി,
ഞാൻ എന്റെ മുഖത്ത് ആ കൈ ഇങ്ങനെ വെച്ചു. അന്നേരം നിങ്ങൾക്കറിയണോ അത് മഞ്ഞിനേക്കാൾ നല്ല തണുപ്പ്, നല്ല സുഖകരമായ ഒരു തണുപ്പുള്ള കൈ എപ്പോഴും. കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതമായ കയ്യ് മണം എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്കത് കാണാം. അവിടുത്തെ ശാരീരികമായ പ്രത്യേകതകളായിരുന്നു അത്. അതുപോലെ തന്നെ അവിടുന്ന് ഒരുപാട് നരച്ചിരുന്നില്ല, അവിടുത്തേക്ക് ഒരുപാട് നരയൊന്നും പിടികൂടിയിട്ടില്ലായിരുന്നു. സഹാബത്ത് അതുവരെ എണ്ണി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ തലയിലും താടിയിലും കൂടെ ഒരു 20 വെളുത്ത മുടി പോലും ഉണ്ടായിരുന്നില്ല. ഒരു 20 വെളുത്ത മുടി പോലും അവിടുത്തെ തലയിലും താടിയിലും ഉണ്ടായിരുന്നില്ല എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതും സഹീഹുൽ ബുഖാരിയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതുപോലെ തന്നെ മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ വൃത്യവേല ചെയ്തിരുന്ന മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുകയാണ്, മാ മസിസ്തു ഹരീറാ വലാ ദീബാജ അൽയന മിൻ കഫ്ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ولا شممت ريحا قط اطيب من ريح النبي صلى الله عليه وسلم رواه البخاري رحمه الله. മഹാനവറുകൾ പറയാണ്, മാ മസിസ്തു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ മസിസ്തു, ഞാൻ സ്പർശിച്ചിട്ടേയില്ല, ഞാൻ സ്പർശിച്ചിട്ടില്ല. ഹരീറൻ വലാ ദീബാജ, ഒരു പട്ട് കട്ടിയുള്ള പട്ടോ നേർമയുള്ള പട്ടോ ഞാൻ തൊട്ടിട്ടില്ല. അൽയന മിൻ കഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ തിരു മുൻകൈ, ആ കരത്തിൽ തൊട്ടാൽ പട്ടിനേക്കാൾ നൈർമല്യമുള്ള കരമായിരുന്നു. അത്ര ഒരു സോഫ്റ്റ് ആയ പട്ട് ഞാൻ തൊട്ടിട്ടില്ല. വലാ ശമിംതു റീഹൻ, ഒരു മണവും ഞാൻ ആസ്വദിച്ചിട്ടില്ല. ഖത്തു, ഇന്നേ വരെ. അത്യബ മിൻ റീഹിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുഗന്ധത്തേക്കാൾ ഏറെ സുഗന്ധം പകരുന്ന ഒരു മണവും ഞാൻ ആസ്വദിച്ചിട്ടില്ല. റവാഹുൽ ബുഖാരി റഹിമഹുല്ലാഹ്. അപ്പോൾ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശാരീരികമായ മറ്റുള്ളവരെ അപേക്ഷിച്ചുള്ള ഒരുപാട് പ്രത്യേകതകളായിരുന്നു. സ്വഹാബാ കിറാം ആ പ്രത്യേകതകൾ അവിടുത്തോടുള്ള സ്നേഹം കൊണ്ട് പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല അവരത് മുഖേന അല്ലാഹുവിങ്കൽ നിന്ന് പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചിരുന്നു. അവരുടെ പല കാര്യങ്ങളിലും അവർ ബറക്കത്ത് ആഗ്രഹിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടി, അതുപോലെ തന്നെ അവിടുത്തെ വിയർപ്പ്, അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞിട്ടുള്ള ടച്ച് ചെയ്തിട്ടുള്ള വസ്ത്രം, അവിടുന്ന് കുടിച്ച ഭാഗത്ത് ആ പാത്രത്തിൽ നിന്ന് കുടിക്കൽ, അവിടുന്ന് തൊട്ടത്, അവിടുന്ന് വുദൂ ചെയ്തത്, അവിടുന്ന് സ്പർശിച്ചത്, അതൊക്കെയും സ്നേഹാധിക്യത്താലും ബറക്കത്തിന് വേണ്ടി തന്നെയും അവരുപയോഗിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാത്രം പ്രത്യേകതയാണ്, അവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഇത് വലിച്ചു നീട്ടിയിട്ടാണ് സമൂഹം ഇന്ന് പലരുടെയും മുടിക്കും തുപ്പുനീരിനും പലരുടെയും ശരീരത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള വസ്തുക്കൾക്കും അവശിഷ്ടങ്ങൾക്കും ബറക്കത്ത് സങ്കല്പിക്കുന്നത്. ഒരിക്കലും അത് പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള പ്രത്യേകതയാണത്. അവിടുത്തെ ആ പ്രത്യേകത ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ നമ്മുടെ കൈകളിലേക്ക് അത് എത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരവശിഷ്ടവും ഇന്ന് ഭൂമുഖത്തില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ഗവേഷണങ്ങളും നടത്തിയതിന്റെ ശേഷം പറയുന്നു, വനഹ്നു നഅലം, നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശാരീരികമായ അവശിഷ്ടങ്ങൾ, മിൻ സിയാബ്, വസ്ത്രങ്ങളായിരുന്നാലും മുടിയായിരുന്നാലും ഇനി മറ്റേതെങ്കിലും മോതിരമോ മറ്റേത് വടിയോ മെതിയടിയോ ഏത് തന്നെയായിരുന്നാലും അവയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, അവയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അലൈസ ബിഇംകാനി അഹദിൻ, ഒരാൾക്കും സാധ്യമല്ല ഇസ്ബാത്ത് വുജൂദി ശൈഇൻ മിൻഹാ അലാ വജ്ഹിൽ ഖത്ഇ വൽ യഖീൻ, ഉറപ്പായ നിലക്ക് ഏതെങ്കിലും ഇതാ ഇന്ന ഒരു വസ്തു ഇത് അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് പറയാൻ, അത് സ്ഥാപിക്കാൻ ഖണ്ഡിതമായ നിലക്ക് ഒരാൾക്കും സാധ്യമല്ല. അതേ 14 നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരാളുടെയും കൈകളിൽ അത് ബാക്കിയില്ല. മാത്രമല്ല ഈ മേഖലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് പല കള്ളവാദങ്ങളും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പലരും എഴുന്നള്ളിക്കുന്നുണ്ട്. ഏതുപോലെ അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കമാ വുദിഅത്തിൽ അഹാദീസു വനുസിബത് ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കദിബൻ വസൗറാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്തത് ചെയ്തിട്ടില്ലാത്തത് അവിടുന്ന് പറഞ്ഞിരിക്കുന്നു ചെയ്തിരിക്കുന്നു എന്ന പേരിൽ, അവിടുത്തെ പേരിൽ ഹദീസ് എന്ന പേരിൽ ഒരുപാട് കള്ള ഹദീസുകൾ ഈ സമൂഹത്തിലേക്ക് പലരും എഴുന്നള്ളിച്ചു കൊണ്ടുവന്നതുപോലെ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. ആ ഹദീസുകളും റസൂലുള്ളാഹിന്റെ പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ. അതേപോലെ ആ അവശിഷ്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവശിഷ്ടവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത നിലക്ക് കള്ളം പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പലരും സമൂഹത്തിലേക്ക് പലതും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇവയെ സംബന്ധിച്ച് ജാഗ്രതയോടുകൂടെ സമൂഹം ഉണ്ടായിരിക്കണമെന്ന് സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല അവര് പറഞ്ഞു, ഏതവസ്ഥയിലായിരുന്നാലും നമുക്കിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ സുന്നത്തുകളും ഖൗലുകളും ഫിഅലുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവിടുന്ന് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ ആന്തരികമായും ബാഹ്യമായും അതിനെ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചാൽ ഇന്ന ഫീ ഹാദൽ ഖൈറു കുല്ലു, അതിലാണ് നന്മയുള്ളത്. അതാണ് ഇന്ന് നമുക്ക് കരണീയമായിട്ടുള്ളത്. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്കോ മറ്റുള്ളവർക്കോ ബറക്കത്തില്ലെന്ന് പറയലല്ല. അതുണ്ട്, അത് അന്നുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ കൈകളിൽ അതില്ല. ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ആരുടെ കൈകളിലും പ്രമാണങ്ങളില്ല. മാത്രമല്ല ഇന്ന് പലരും അതുണ്ടെന്ന് പലപ്പോഴും അവകാശപ്പെടുന്നത് അവർക്കേറെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന പല ആളുകളുടെയും അവശിഷ്ടങ്ങൾ കൊണ്ട് ബറക്കത്തെടുക്കാനാണ്. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ച നടത്തിയ പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം വന്നിട്ടുള്ള വളരെ ശ്രേഷ്ഠരായ മഹാന്മാരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, സുമ്മ സായിറുസ് സഹാബ, ശേഷം ഒരുപാട് സഹാബിമാർ. അവരൊക്കെ ഈ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരാണ്. അവരുടെ അത്ര ശ്രേഷ്ഠതയുള്ള ആളുകൾ പിൽക്കാലത്തില്ല. എന്നാൽ ലം യസ്ബുത് ലിവാഹിദിൻ മിൻഹും മിൻ തരീഖിൻ സഹീഹിൻ മഅറൂഫിൻ അന്ന മുതബർരികൻ തബറക ബിഹി അലാ ഹദി തിൽകൽ വുജൂഹി ഔ നഹ്വിഹാ. ആ മഹാന്മാരായ ആളുകളുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് ഒരാളും ബറക്കത്തെടുത്തിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയോ ഖലീഫമാരുടെയോ ആരുടെയും ശാരീരിക അവശിഷ്ടങ്ങൾക്ക് ബറക്കത്ത് സഹാബത്ത് ആരും കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം ഖാസായ അവിടുത്തെ ഖുസൂസിയത്തുകളിൽ പെട്ടതാണ് എന്നാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ചകളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുള്ള പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, ശാരീരികമായി അവിടുത്തേക്ക് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യങ്ങളെയും ഒരു മുസ്ലിമും നിഷേധിക്കാവതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഏതൊക്കെ പ്രത്യേകതകളെ സംബന്ധിച്ച് എവിടെയെല്ലാം വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, ആ രേഖപ്പെടുത്തപ്പെട്ടവയൊക്കെ സഹീഹായ നിലക്കാണെങ്കിൽ അവ മുഴുവനും വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസി. ഉള്ളത് മുഴുവൻ അവൻ വിശ്വസിക്കുന്നു, ഇല്ലാത്തതവൻ പറയാൻ പോകില്ല. അതാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ഈ വിഷയങ്ങളിലും എന്ന് മാത്രമല്ല ഏത് ഹദീസുകളോടുമുള്ള നിലപാടും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കേണ്ടത്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ പതറാതെ ആദർശരംഗത്ത് അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ റബ്ബ് സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഐക്യം അള്ളാഹു പുനഃസ്ഥാപിച്ചുകൊണ്ട് നല്ല നിലക്ക് ഒരുമയോടെ മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.